നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്തത്ര വീറും വാശിയോടുകൂടിയാണ് ഇന്ത്യ മുന്നണി BJPയെ നേരിടുന്നത്. 2014-ലും 2019-ലും മൊത്തത്തിൽ അടിയറവ് പറഞ്ഞു എന്ന് പരിഹസിക്കുന്ന BJP ഇപ്പോൾ ശരിക്കും ഉഴറുകയാണ്. നരേന്ദ്രമോദി പറയുകയാണ്, രാഹുൽ ഗാന്ധി അധികാരം ലഭിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന രാഷ്ട്രീയ നേതാവാണ്, ഇദ്ദേഹത്തിനെ വിശ്വസിക്കരുത് എന്നൊക്കെ. എന്നാൽ അഖിലേഷ് യാദവ് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു നിർവചനം കൊടുത്തിരിക്കുന്നു. ഇത് അപൂർവ ജന്മമാണ്. ഇത്രയധികം ത്യാഗോജ്വലമായ ജീവിതം നയിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തപസ്യ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കെൽപ്പ് വേണം എന്നാണ് രാജ്യത്തോട് മൊത്തമായി അഖിലേഷ് യാദവ് എന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതെ, അത് ശരി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വീറും വാശിയും ഗാംഭീര്യവുമെല്ലാം രാജീവിൽ നിന്നും ലഭിച്ചതാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ച മനുഷ്യനാണ് രാജീവ് ഗാന്ധി. രാഷ്ട്രത്തിന് വേണ്ടി, പുനർനിർമ്മിതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് തൻ്റെ 47ാമത്തെ വയസ്സിൽ ജീവൻ വെടിഞ്ഞ രാജീവ് ഗാന്ധിയുടെ പുത്രൻ 6200 കിലോമീറ്റർ താണ്ടി മുംബൈയിലെത്തി ഭരണഘടന വായിച്ചുകൊണ്ട്, അംബേദ്കറെ ഓർമ്മിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തി. നരേന്ദ്രമോദി ഒരു ബോളിവുഡ് സ്റ്റാറിനേക്കാൾ മികച്ച രീതിയിൽ അഭിനയിച്ച് കൊഴുപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഇലക്ട്രൽ ബോണ്ടും അതുപോലുള്ള പരിപാടികളും റദ്ദാക്കിയപ്പോൾ ശരിക്കും അന്തം വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സഹായമില്ലെങ്കിൽ ഇലക്ഷൻ ജയിക്കാനേ കഴിയില്ല എന്ന് കൂടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ഓർമ്മിക്കുക, രാഹുൽ ഗാന്ധിക്കല്ലാതെ ആർക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ അക്ഷരം പ്രതി കണക്ക് രേഖപ്പെടുത്തി വിളിച്ചു പറയാൻ കഴിയും? അമേത്തിയിലേക്ക് തിരിച്ചു വരണമെന്ന് അഖിലേഷ് യാദവാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത്. കാരണം അമേത്തിയിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ നല്ലപോലെ ആഗ്രഹിക്കുന്നു. അദ്ദേഹം തിരിച്ചവരുടെ ജനപ്രിയനായ MP ആയി മാറണമെന്ന് അവർ അഹോരാത്രം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അവരെ നിരാശരാക്കരുത് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിലും ഇന്ത്യ മുന്നണിയും സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സഖ്യം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ന്യായ് യാത്രയെ അതിശക്തമായി തന്നെയാണ് അനുകൂലിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തകരുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പുതുയുഗം തന്നെയാണ്. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. സുപ്രീം കോടതി ഇനി എന്ത് പ്രഹരമായിരിക്കും BJPക്കും ഭരണമുന്നണിക്കും നൽകുക എന്നതും മാത്രമേ നമുക്കറിയേണ്ട കാര്യമുള്ളൂ.